ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ. പ്രോൺസ് ബിരിയാണി എന്ന് വെച്ചാൽ എന്താണ്? ചെമ്മീൻ ബിരിയാണി. അതെ, അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോയോളം ചെമ്മീനാണ്. ഇവിടെ ഞങ്ങൾ കൊഞ്ചെന്നാണ് പറയുന്നത്. ഇത് വലിയ കൊഞ്ചുമുണ്ട്, ചെറിയ കൊഞ്ചുമുണ്ട് കേട്ടോ, മിക്സാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ വലിയ കൊഞ്ചൊക്കെ ചെറുതായിട്ടൊന്ന് പീസാക്കാം. അതിന് ശേഷമാണ് നമ്മൾ മസാല ഇടുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഇത്രയും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഏകദേശം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, എന്നാലേ ഈ മസാലയൊക്കെ നല്ലപോലെ പിടിക്കത്തുള്ളൂ. ഓക്കെ, നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഒരു 3 വലിയ സവാള നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊരു ചട്ടി എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക, ബാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ഇനി ഇതിലേക്കാണ് നമ്മൾ സവാളയും ബാക്കി സ്പൈസസൊക്കെ ഇടാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് സ്പൈസസ് ഇടാം. ഒരു 2 ഏലക്കായും 4 ഗ്രാമ്പു, ഒരു വയനേല എന്നിവ ഇടുക. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടേണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അതിനുശേഷം ഒരു വലിയ 2 തക്കാളി കട്ട് ചെയ്തിടുക. 3 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് ഈ തക്കാളി കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴണ്ടി വരുമ്പോഴാണ് ബാക്കി മസാലകളൊക്കെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഒരു ചെറിയ സ്പൂണിൽ ഒരു കുറച്ച് മതി. അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ചേർക്കുക. എന്നിട്ട് ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇളക്കി പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് നല്ല പുളിയുള്ള കുറച്ച് തൈര് ചേർക്കാം. ഇവിടുത്തെ തൈരിന് നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ 2 സ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട്. പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ തൈര് ചേർത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ച് ഈ മസാലകളെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ആഡ് ചെയ്യുക. കൊഞ്ചിന് വേവ് കുറവാണ് കേട്ടോ. ഒരു 10-12 മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വേകും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 12 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. ഓക്കെ, ഇത് കറിയെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഗ്രേവി എന്ത് രസമല്ലേ കാണാൻ. അടുത്തായിട്ട് ഞാൻ നേരത്തെ തന്നെ ചോറ് വേവിച്ച് വെച്ചിരുന്നു. ഇത് ബസ്മതി റൈസാണ് വേവിച്ച് വെച്ചത്. ഇനി നമുക്കത് ദം ചെയ്യാൻ വേണ്ടി ലെയർ ചെയ്യാം. ആദ്യം ഒരു ലെയർ ബസ്മതി റൈസ് ഇടുക. അതിന് മുകളിലേക്ക് ഈവനായിട്ട് ഈ പ്രോൺസിൻ്റെ ഗ്രേവി നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുക. അങ്ങനെ ലെയറായിട്ട് റൈസ്, ഗ്രേവി, റൈസ്, നെയ്യ് അങ്ങനെയാണ് ചേർക്കേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വളരെ കുറച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അവസാനം നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.